നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം പ്രവചിച്ചു നോക്കാം കേട്ടോ. അതിന് മുൻപായിട്ട് ഇന്നലത്തെ വിശേഷം ഒന്നും കൂടെ പറയാം. പുതിയ മേൽശാന്തിയായിട്ട് ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിയായിട്ട് തെക്കുംപറമ്പത്തുമ്മന നാരായണ നമ്പൂതിരിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹമാണ് ഇനി 6 മാസക്കാലത്തേക്ക് മേൽശാന്തി. അനേകം ഭാഗവത സപ്താഹങ്ങൾ നടത്തിയിട്ടുള്ള ആചാര്യനാണ്. 20 തവണയിലേറെയാണ് അദ്ദേഹം മേൽശാന്തിയാകാനായിട്ട് അപേക്ഷിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ 6 മാസം കൂടുമ്പോഴൊക്കെ അദ്ദേഹം അപേക്ഷ വെക്കുന്നുണ്ട്. അപ്പോൾ 20-ലേറെ തവണ എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ആ ഒരു കാരുണ്യത്തിനായിട്ട്. എന്നിട്ട് ഇത്തവണയാണ് ഭഗവാൻ ആ ഒരു അനുഗ്രഹം നൽകിയിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചത് മേൽശാന്തിയായിട്ട്. ഇത് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഭഗവാന്റെ അടുത്ത് വഴിപാടുകളൊക്കെ നേർന്നിട്ട് പ്രാർത്ഥനകളൊക്കെ നൽകാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സാധിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ട്. ചിലർക്ക് അത് പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും, ചിലർക്ക് അത് അങ്ങനെയല്ല. കുറച്ച് ഭഗവാൻ ഒന്നൊരു കാലതാമസം വരുത്തും. അപ്പം നമ്മളെല്ലാവരും ഭഗവാനെ പഴിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു സമയം അടുക്കുമ്പോൾ ഭഗവാൻ ആ ഒരു അനുഗ്രഹം നമുക്ക് നൽകിയിരിക്കും. ഈ ഒരു മേൽശാന്തിക്ക് നൽകിയതുപോലെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വൃത്തിയായിട്ട് വെടിപ്പായിട്ട് ചെയ്യുക. ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ചില അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കതിന് സമയമായിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴല്ല നമുക്കത് ലഭിക്കേണ്ടത്. ഇതിന് ഏറ്റവും നല്ല സമയം ഇനി വരാൻ പോകുകയാണ്. അത് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. ആ ഒരു സമയം എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു അനുഗ്രഹം ഭഗവാൻ നൽകിയിരിക്കും. ആ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അലങ്കാരത്തിലേക്ക് കിടക്കാം. ഇന്നലെ എന്തായിരിക്കും അലങ്കാരം എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മേൽശാന്തിയെ നറുക്കെടുക്കുന്ന ഉണ്ണിക്കണ്ണനൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്നലെ ഊഞ്ഞാലാട്ടക്കാരനായിരുന്നു. ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് പ്രവചിച്ചത് ശിഖാമിതു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്തയാണ്. ശിഖയുടെ അടുത്ത് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ അലങ്കാരം ഒന്ന് പ്രവചിച്ച് നോക്കാം. ഇന്ന് മാർച്ച് 19-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. ഇന്ന് 30 വ്യാഴാഴ്ചയും കൂടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ദർശനം നൽകുക എന്നുള്ളത് ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.